ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇറാൻ നിലവിലെ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതായത് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചിയും അതുപോലെ തന്നെ IAEAയുടെ ചീഫായിട്ടുള്ള ഗ്രോസിയും തമ്മിലാണ് ഈ ഒരു ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് ഒരുപാട് നിബന്ധനകൾ ഇറാൻ്റെ മേളിൽ അടിച്ചേൽപ്പിച്ചതായിട്ടും അത് ഇറാൻ ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടെടുത്തതായിട്ടുമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി വെളിപ്പെടുത്തിയത്. ഇത് ശരിക്കും അവർ പറഞ്ഞിരിക്കുക എന്താണെന്ന് പറഞ്ഞാൽ എൻറിച്ച്മെൻറ്റ് നടത്തിയ യുറേനിയം എല്ലാം തന്നെ മൂന്നാമത് രാജ്യത്തിലേക്ക് മാറ്റണം എന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. അത് ചൈനയിലേക്കോ റഷ്യയിലേക്കോ പാടില്ല, അല്ലാതെ വേറൊരു രാജ്യത്തേക്ക് മാറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള നിബന്ധനകളൊക്കെ വെക്കുന്നുണ്ട്. അതേപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ ദൂരപരിധി അതിൽ കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം വേണം. മിനിമം 350 കിലോമീറ്റർ സറൗണ്ടിങ്സ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഓപ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലാണ്. ഇസ്രായേലിനെ എയിം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മിസൈൽ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഞങ്ങളെ 350 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ മാത്രമേ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇറാൻ അംഗീകരിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല എന്നാണ് ഇറാൻ്റെ നിലപാട്. ഇനി ആ ചർച്ച ഒരു തരത്തിൽ പൊട്ടിപ്പാളിസായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത്. അത് അങ്ങനെ ആ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇറാൻ ഇവിടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ നോട്ടം പ്രഖ്യാപിച്ചിട്ട് അവിടെ പല തരത്തിലുള്ള അഭ്യാസങ്ങൾ അതാണ് അവർ ഇന്നലെ മൊത്തത്തിൽ അവർ നടത്തിയത്. അപ്പോൾ ഇത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ നോട്ടം പ്രഖ്യാപിക്കുമ്പോൾ എണ്ണ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ഷിപ്മെൻറ്റ് അവിടെ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതായത് ഒരു ദിവസം തന്നെ ഇത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എങ്കിൽ ഇറാൻ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ് അവിടെ ചെയ്തത്. ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. നോട്ടം പ്രഖ്യാപിച്ച് അവർ മിലിറ്ററി മോബ് ഡ്രില്ലൊക്കെ നടത്തുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സൗദി അറേബ്യ തൊട്ട് പല രാജ്യങ്ങളുണ്ട് അതിലെ എണ്ണ കച്ചവടം നടത്തുന്ന പല രാജ്യങ്ങൾ. അപ്പോൾ ഇവർക്കെല്ലാം ഇത് ഒരു മുന്നറിയിപ്പായിക്കോട്ടെ, ഇത് ഞങ്ങൾ സ്വമേധയെ അടച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നത് മൂലം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ തടസ്സപ്പെട്ടാലോ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഒരു സൂചനയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നോട്ടം പ്രഖ്യാപിച്ച് ഇറാൻ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ്റെ ഉള്ളിൽ നാജ എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ സോൾജേഴ്സ് ടീമുണ്ട്. അപ്പം അവരും കൂടി ഒരു മിലിറ്ററി എക്സസൈസിൽ പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ അവരും ഇതേപോലെ മോബ് ഡ്രിൽ 60 F-35 ഫൈറ്റർ ജെറ്റുമായിട്ട് അവർ നല്ല രീതിയിലുള്ള ഡിഫൻസ് ട്രെയിനിങ് ആണ് അവരും എടുത്തത്. അപ്പോൾ അതിൽ എയർ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് ഒക്കെ കൊണ്ടുപോയി അവർ വിജയകരമായി പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി. അതുപോലെ തന്നെ ലാർജ് മിസൈൽ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, വലിയ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ഡെമോയൊക്കെ ഇസ്രായേൽ ചെയ്ത് കാണിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഹെസ്ബുള്ള ഒരു സൈഡിൽ നിന്നിട്ട് ഞങ്ങളെ ഒരിക്കലും അങ്ങനെ അടിച്ചമർത്താമെന്ന് വിചാരിക്കേണ്ട ഇസ്രായേൽ, കാരണം കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ലെബനന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ്. നിരവധി ഹെസ്ബുള്ള ഭീകരർ വധിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഹെസ്ബുള്ള ഇന്ന് ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തിറക്കുകയാണ് ചെയ്തത്. പക്ഷേ അതേസമയം ഹെസ്ബുള്ളക്കെതിരെ സിറിയയിൽ നിന്നും HTS അഥവാ ഇപ്പോഴത്തെ നിലവിലെ സിറിയൻ ആർമി അവർ പറഞ്ഞിരിക്കുന്നത്, ഹെസ്ബുള്ള എന്താണ് അവിടെ ബഹളം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരത്തില്ല, നിങ്ങളാണെങ്കിൽ സിറിയയെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് എണ്ണ പോലത്തെ പല സാധനങ്ങളും ഇവിടെ നിന്നാണ് നിങ്ങൾ സ്മഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉടനെ തന്നെ നിർത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടേണ്ടി വരും. ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, തീർച്ചയായിട്ടും നിങ്ങളുടെ സർവൈവൽ വലിയ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും എന്നുള്ള താക്കീതാണ് ഇവിടെ അഹമ്മദ് അൽ ഷറയുടെ സിറിയൻ ഭരണകൂടത്തിൽ നിന്നും ഹെസ്ബുള്ളയ്ക്ക് കൊടുത്തിരിക്കുന്ന താക്കീത്. ഇവർ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ല, കാരണം ഇവർ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിറിയയ്ക്കും ലെബനനിലെ ഹെസ്ബുള്ളകൾക്കും ഇടയിൽ വൈകാതെ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സിറിയയുടെ ദൗത്യം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഗോലാൻ ഹൈറ്റ്സ് ആണ് അവർ എയിം ചെയ്യുന്നത്. ഗോലാൻ ഹൈറ്റ്സ് മീൻസ് പഴയ ബഫർ സോണിലേക്ക്, അതായത് ഇസ്രായേൽ പഴയ ബഫർ സോൺ റീസ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. അപ്പം അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ സാന്നിധ്യം സിറിയയ്ക്കുള്ളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹെസ്ബുള്ള സിറിയയ്ക്കുള്ളിൽ നല്ല രീതിയിൽ അവരുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യും. അത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇറാനാണെങ്കിൽ ഇന്നലെ വീണ്ടും 14 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിഷേധത്തിൽ പിടിക്കപ്പെട്ട ആൾക്കാരാണ് ഈ 14 പേരും. അപ്പോൾ ഇവർ കുറച്ചായിട്ട് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള
കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഈ അമേരിക്ക ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത് എന്നാണ് കർശനമായി ഇറാനെ വാൺ ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രതിഷേധകരെ രക്ഷിക്കും, 800 പേരെ ഇറാൻ തൂക്കിക്കൊല്ലില്ല എന്ന് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ കപ്പലും കൊണ്ട് അടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ നടക്കേണ്ട സംഭവങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വരുന്ന 2 ദിവസത്തിനുള്ളിൽ 18-19 ദിവസങ്ങളിൽ അവിടുത്തെ ഇറാൻ്റെ ഉള്ളിലുള്ള ടീച്ചേഴ്സ് അസോസിയേഷൻ അവർ ഒരു പ്രതിഷേധ പ്രകടനം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം ശരിക്കും അവിടുത്തെ സൈലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ നിരവധി കുട്ടികൾ അവിടെ പരിക്കേറ്റിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഈ രീതിയിൽ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഈ റെവല്യൂഷണറി പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഉണ്ടല്ലോ, അതുമായിട്ട് യോജിച്ച് പോകുന്ന തരത്തിലാണ് ഈ ടീച്ചേഴ്സ് അസോസിയേഷനും ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 18-ാം തീയതി 19-ാം തീയതി ഈ പ്രതിഷേധത്തിനെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് IRGC ഭരണകൂടം മുന്നിട്ടിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അസർബൈജാനിൽ ഇസ്രായേലും അമേരിക്കയും മാറി മാറി അസർബൈജാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കാസ്പിയൻ സീ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ, ഇറാൻ്റെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഏരിയയിൽ അവർ എന്തെല്ലാം തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കൃത്യമായിട്ട് ഇറാൻ്റെ ഉള്ളിൽ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് മൊസാദിൻ്റെ ടീം അസർബൈജാനെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് മീൻസ് ഇപ്പം മൊസാദായിട്ട് തന്നെ ഉണ്ടാവില്ല ഇറാൻ്റെ ഉള്ളിൽ. മൊസാദ് ചിലപ്പം ഏതെങ്കിലും പലചരക്ക് കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ കാർ മെക്കാനിക്കായിട്ടോ ഇങ്ങനെ പല പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിട്ടും ആ രൂപത്തിലായിരിക്കും മൊസാദ് ഇറാൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അത് ഇറാന് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയണമെന്നില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം അസർബൈജാൻ ത്രൂ ഇറാൻ്റെ ഉള്ളിലേക്ക് വീണ്ടും മൊസാദ് ടീമുകളെ, അപ്പം ഇത് ഇപ്പോൾ നിലവിൽ അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതിലുപരിയായിട്ട് കൂടുതൽ മൊസാദ് ടീമുകളെ ഇറാൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള പദ്ധതിയാണ് ഇസ്രായേൽ അസർബൈജാനിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. സിറിയയിലെ ഹസാക്ക എന്ന് പറഞ്ഞ SDF കൈക്കലാക്കി വെച്ചിരുന്ന സ്ഥലം സിറിയ പിടിച്ചെടുത്തല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ISIS ഭീകരരെയാണ് ഇറാഖിലേക്ക് മാറ്റിയതായിട്ട് അമേരിക്ക ഉൾപ്പെടെ സിറിയ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ അതിൽ ഇറാഖിൽ വിട്ടതിൽ ഏതാണ്ട് 34ഓളം പേര് ഓസ്ട്രേലിയൻ നാഷണൽസ് ആണ്. ഈ ISIS ഭീകരന്മാർ തന്നെ ഓസ്ട്രേലിയൻ നാഷണലാണ്, ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ആണ്. അപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ISIൽ ചേരാൻ പോയ ആൾക്കാരാണ്. 2013-14 ആ ഒരു ടൈമിൽ പോയ ആൾക്കാരാണ്. അപ്പം അവരിൽ 34 പേരെ ഡമസ്കസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞയക്കാനുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സിറിയ. അതായത് ഇപ്പം ഇതേപോലെ ജയിലിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇപ്പം 5700ഓളം IS ഭീകരരെയാണ് ഇപ്പം ഇറാഖിൻ്റെ ഉള്ളിൽ കൊണ്ട് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഓരോ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്ത് അതാത് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ISIS ആ രാജ്യങ്ങളിൽ പടർന്ന് പന്തലിക്കും. കാരണം ഇവർ ആശയപരമായി ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണോ ഉള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോഴും ISISൻ്റെ അതേ ആശയത്തിൽ തന്നെയാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർ 35 പേരെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വിട്ടു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ തന്നെ ഓൾറെഡി ഫ്രീ പാലസ്തീൻ അനുകൂലികളെ കൊണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു സോഷ്യൽ എൻവയറമെന്റ് തന്നെ ശരിയല്ല. ആ അവസ്ഥയിലാണ് ഓസ്ട്രേലിയ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ 34 IS ഭീകരരെ കൊണ്ട് ഓസ്ട്രേലിയക്കുള്ളിൽ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഇവരെ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു 35,000 പേരായിട്ട് മാറി നിൽക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത്രയ്ക്ക് പോയിസണസ് ആണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലെ ആന്റണി ആൽബനീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഹയർ ലെവൽ മീറ്റിംഗിലാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ഈ ISIS ഭീകരർ ഇവർ തീവ്രവാദികളെ ഞങ്ങളുടെ രാജ്യത്തിലോട്ട് റിസീവ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതേപോലെ ഓരോ രാജ്യങ്ങളിലേക്കും ഇപ്പം ഓസ്ട്രേലിയ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ആരെല്ലാം അവിടെ ഉള്ള IS ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരെ എല്ലാം ഇവർ സെഗ്രിഗേറ്റ് ചെയ്ത് ഇതേപോലെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന് അമേരിക്ക സിറിയയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അവർ ത്രൂ ഈ IS ഭീകരത ലോകമെമ്പാടും പല രാജ്യങ്ങളിലേക്കും പടർന്ന് പന്തലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കുന്നത് വെച്ചാൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഉക്രൈനും ഹംഗറിയും തമ്മിൽ ഒരു ചെറിയ തർക്കം. അതായത് ഉക്രൈനിലെ സെലൻസ്കി 2 ദിവസങ്ങൾക്ക് മുമ്പ് മ്യൂണിക് കോൺഫറൻസിൽ സംസാരിച്ച സമയത്ത് ഹംഗറിയുടെ ലീഡർ വിക്ടർ ഓർബനെ മോക്ക് ചെയ്തുകൊണ്ട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്ര വലിയ കോൺഫറൻസിൽ അയാളെ കളിയാക്കിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പുള്ളി പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്, അതായത് ഹംഗറിയുടെ ലീഡർ വിക്ടർ ഓർബൻ എങ്കിൽ രാജ്യത്തിന്റെ ഡിഫൻസിനെ വളർത്തുന്നതിന് പകരം ഓർബന്റെ ബെല്ലിയാണ് പുള്ളിക്കാരൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ബെല്ലി അയാളുടെ കുടവയറിനാണ് അയാൾ പ്രാധാന്യം കൊടുക്കുന്നത്. സോ അതുകൊണ്ട് കുടവയറിൽ നിന്നും ഫോക്കസ് മാറ്റിയിട്ട്
ഡിഫൻസ്, രാജ്യത്തിന്റെ ഡിഫൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അയാൾ അവിടെ പറഞ്ഞു വെച്ചത്. ഇത് ആ എൻറ്റയർ ഓഡിയൻസ് കേട്ട് ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ചിരിച്ചത് വിക്ടർ ഓർബണിന് വല്ലാത്ത രീതിയിൽ അപമാനമായിട്ട് അയാളത് എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഒഫൻസീവ് എന്നുള്ള നിലയിൽ തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഈ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ ഒരു പബ്ലിക് ഏരിയയിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്തതായിട്ടാണ് വിക്ടർ ഓർബൺ ഇതിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വിക്ടർ ഓർബൺ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഈ സെലൻസ്കി ഭരിക്കുന്ന ഉക്രൈൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഹംഗറിക്കും ഉക്രൈനും ഇടയിൽ ഇച്ചിരി റൈവൽറി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ തുടരുകയാണ്. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.